ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ PSC നോളജ് സാഗ. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ഡെയിലി പഠിച്ചു പോയാൽ മാത്രം പോരാ, ആ ആഴ്ചയിൽ തന്നെ റിവിഷൻ ചെയ്തു പോവാനും കൂടി നമ്മൾ ശ്രമിക്കണം. അതിനാണ് ഇങ്ങനെ ഒരു ക്ലാസ്സുമായിട്ട് വന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാലോ. ഫസ്റ്റത്തത് 2025-26 രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയ ടീം. 2025-26 രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയ ടീം ഏതാണ്? ജമ്മു കാശ്മീരാണ്. അടുത്തത് അത്യാധുനിക യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? ദ്രൗപദി മുർമു. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ട് പോയതാണ്, അപ്പൊ റിവിഷൻ ആണ്. അപ്പോൾ അത്യാധുനിക യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. അടുത്തത് ഇന്ത്യയുടെ പ്രൊജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി അടുത്തിടെ ഏത് ആഫ്രിക്കൻ രാജ്യത്ത് നിന്നാണ് പുതിയ ബാച്ച് ചീറ്റകളെ മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിൽ എത്തിച്ചത്? ഇന്ത്യയുടെ പ്രൊജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി അടുത്തിടെ ഏത് ആഫ്രിക്കൻ രാജ്യത്ത് നിന്നാണ് പുതിയ ബാച്ച് ചീറ്റകളെ മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിൽ എത്തിച്ചതെന്ന് ചോദിച്ചാൽ ബോട്സ്വാനയാണ്. 3 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? അടുത്തത് 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇറാൻ ആണവ കേന്ദ്രങ്ങളെയും നേതൃത്വത്തെയും ലക്ഷ്യമിട്ട് USA-യും ഇസ്രായേലും സംയുക്തമായി നടത്തിയ നീക്കം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയാണ്. ആരൊക്കെ തമ്മിലായിരുന്നു? USA-യും ഇസ്രായേലും തമ്മിലായിരുന്നു. സംയുക്തമായ നീക്കമായിരുന്നു. ആർക്കെതിരെയാണ്? ഇറാൻ ആണവ കേന്ദ്രങ്ങളെയും നേതൃത്വങ്ങളെയും ലക്ഷ്യമിട്ടിട്ടാണ്. അടുത്തത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് അടുത്തിടെ നിലവിൽ വന്നത് എവിടെ? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് നിലയിൽ വന്നത് കൊല്ലിമല, തമിഴ്നാട്. അടുത്തത് എവറസ്റ്റ്, എൽബ്രൂസ്, കിളിമാഞ്ചാരോ കൊടുമുടികൾ കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള വനിത ചോൻസിംഗ് ആങ്മോ. 6 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? അടുത്തിലേക്ക് പോവാലോ. അടുത്തത് പല്ലരിമധുരം എന്ന കൃതിക്ക് 2026 സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? പ്രദീപ് ഓർക്കാട്ടേരി. പല്ലരിമധുരാണ് അദ്ദേഹത്തിന്റെ കൃതി. 2026 സംസ്ഥാന ബാലസാഹിത്യ അവാർഡാണ് നേടിയത്. 2026 സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് നേടിയത് ഏത് കൃതിക്കാണ്? പല്ലരിമധുരം. ആർക്കാണ് കിട്ടിയത്? പ്രദീപ് ഓർക്കാട്ടേരി. ഓക്കെ അല്ലേ? അടുത്തത് കുട്ടികളിലെ കാഴ്ചാ വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി പരിഹരിക്കാൻ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന ആയുഷ് മിഷൻ പദ്ധതി ദൃഷ്ടി പദ്ധതിയാണ്. ദൃഷ്ടി കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ദൃഷ്ടി പദ്ധതി, കുട്ടികളിലെ കാഴ്ചാ വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി പരിഹരിക്കാൻ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന ആയുഷ് മിഷൻ പദ്ധതിയാണ് ദൃഷ്ടി പദ്ധതി. ഓക്കെ അല്ലേ? അടുത്തത് 2026 ഫിഫ ലോകകപ്പിനായി അഡിഡാസ് പുറത്തിറക്കിയ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ട. 2026 ഫിഫ ലോകകപ്പിനായി അഡിഡാസ് പുറത്തിറക്കുന്ന ഔദ്യോഗിക പന്തിന്റെ പേരാണ് ട്രയോണ്ട. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, 2026 ഫിഫ വേൾഡ് കപ്പിന്റെ വേദി എവിടെയായിരുന്നു? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. 2026 ഫിഫ വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? അപ്പം കമന്റ് ചെയ്യാൻ മറക്കരുത്. കമന്റ് ചെയ്യുന്നതിനോടൊപ്പം എന്താണ്? ലൈക്ക് ചെയ്യണേ. അപ്പൊ അടുത്തതിലേക്ക് പോവാലോ. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം 2026 ഫെബ്രുവരി 24 പേരുമാറ്റത്തിന് കേന്ദ്ര അനുമതി ലഭിച്ച സംസ്ഥാനം കേരളമാണ്. ഇനി കേരള എന്ന് എഴുതാൻ പാടില്ല, ഇനി കേരളം എന്ന് തന്നെ എഴുതണം കേട്ടോ. അപ്പൊ 2026 ഫെബ്രുവരി 24 പേരുമാറ്റത്തിന് കേന്ദ്ര അനുമതി ലഭിച്ച സംസ്ഥാനം കേരളം. അടുത്തത് ഗ്രാമീണ യുവാക്കളെയും നെയ്ത്തുകാരെയും സഹായിക്കാൻ ലക്ഷ്യമിട്ട് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സംരംഭം. ഗ്രാമീണ യുവാക്കളെയും നെയ്ത്തുകാരെയും സഹായിക്കാൻ ലക്ഷ്യമിട്ട് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സംരംഭം. ഓക്കെ അല്ലേ? അടുത്തത് 6G ആണ്.
6G സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? ഫിൻലാൻഡ്. അപ്പൊ 6G സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? ഫിൻലാൻഡ് ആണ്. അടുത്തത്, കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി മലപ്പുറം ജില്ലയിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ പേര്? ഓപ്പറേഷൻ സൈഹണ്ട്. കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി മലപ്പുറം ജില്ലയിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സൈഹണ്ട്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത വരുന്നത് എവിടെ? കോഴിക്കോട് ടു വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ടു വയനാട്. അടുത്തത്, മലയാള സിനിമയിലെ ആദ്യ നായികയായ PK റോസിയുടെ പേരിൽ സ്ത്രീകൾക്കായി ആരംഭിച്ച ഫിലിം സൊസൈറ്റി എവിടെ? കോഴിക്കോടാണ്. മലയാള സിനിമയിലെ ആദ്യ നായികയായിരുന്നു PK റോസി. അവരുടെ പേരിൽ സ്ത്രീകൾക്കായിട്ട് ആരംഭിച്ച ഫിലിം സൊസൈറ്റി എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണനാണ്. മേതിൽ രാധാകൃഷ്ണൻ. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം? T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം ആരാണ്? ഫിൻ അലൻ. ന്യൂസിലാൻഡിനാണ് കേട്ടോ. ഫിൻ അലൻ. കിട്ടിയില്ലേ? അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വീക്കിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് കൊണ്ടുവന്നത്. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്